അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രാഫ്റ്റിൻ്റെ കുറച്ച് ഐറ്റംസ് പർച്ചേസ് ചെയ്യുന്ന വീഡിയോയും കൂടെ തന്നെ ഒരു പോളറോയിഡ് ബൊക്കെയും അതൊരു ഹാമ്പറായിട്ട് സെറ്റ് ചെയ്യുന്നൊരു വീഡിയോയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് രാവിലെ തന്നെ ഒരു ചെറിയൊരു ബൊക്കെ കൊടുക്കാനുണ്ടായി. അത് കൊടുത്തിട്ട് നമ്മൾ നേരെ സ്റ്റുഡിയോയിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായി. നമുക്കൊരു ഹാമ്പറിൽ വെക്കാൻ വേണ്ടിയിട്ടൊരു ഷർട്ട് എടുക്കാനുണ്ടായി. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഞാൻ നേരെ ക്രാഫ്റ്റ് ഷോപ്പിൽ പോയി. അവിടെ ചെന്ന് കുറച്ച് ബോക്സൊക്കെ നോക്കി. പക്ഷേ ബോക്സ് ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അവിടെ വെച്ച ഫ്ലവേഴ്സൊക്കെ ഒന്ന് നോക്കിയിട്ട് നേരെ അടുത്ത ഫ്ലോറിലേക്ക് പോയി. അവിടെ ചെന്നിട്ട് നമുക്ക് മറ്റേ വുഡൻ സ്റ്റിക്ക് വേണമായിരുന്നു. അപ്പോൾ വുഡൻ സ്റ്റിക്ക് നോക്കി അത് 2 എണ്ണം എടുത്തു. നമ്മൾ ഇങ്ങനത്തെ ബാഗാണ് കേട്ടോ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ 2 ബാഗാണ് ഞാൻ കസ്റ്റമറിന് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് സെലക്ട് ചെയ്തത് ഈ ഒരു ബാഗായിരുന്നു കേട്ടോ. ഒരു കുഞ്ഞു കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നമ്മളത് തന്നെ എടുത്തു. പിന്നെ നമ്മൾ നേരെ ബൊക്കെ ഷീറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അവിടെ ഒരുപാട് കളേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് തപ്പി ഞാൻ എനിക്ക് വേണ്ട കളർ എടുത്തിട്ടുണ്ടായിരുന്നേ. ഈ 2 കളേഴ്സാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വേറെയും കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ ബില്ല് ചെയ്യാൻ പോയിട്ടോ. അങ്ങനെ അവിടെ നിന്ന് നമ്മളതൊക്കെ കഴിഞ്ഞ് ഇറങ്ങി നമ്മൾ നേരെ ബ്രോഡ്വേയിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നടന്ന് ബ്രോഡ്വേയിലേക്ക് കയറിയിട്ടുണ്ടായി. അവിടെ നിന്ന് നമ്മൾ മറ്റേ PVC ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നേ. അത് മറ്റേ ബാക്ക്ഗ്രൗണ്ട് വെക്കുന്ന ഒരു സംഭവമാണ്. അതെന്താ പറയണേന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. അതും മേടിച്ച് പിന്നെ ഒരു ചെയിൻ മേടിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഹാമ്പറിൽ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ബസ്സിൽ കയറി നമ്മൾ നേരെ അവിടെ അടുത്തുള്ളൊരു പാർക്കിൽ പോയിട്ടോ. പാർക്കല്ല, അതൊരു ഇരിക്കാനൊക്കെ പറ്റുന്നൊരു സ്പേസാണ്. അപ്പോൾ ഞാൻ അവിടെ പോയി ഇരുന്നിട്ടാണ് ഇത് ചെയ്യണേ. കാരണം നമ്മൾക്ക് അവിടെ എറണാകുളത്ത് തന്നെ കൊടുക്കേണ്ട ഒരു വർക്കായിരുന്നു. അപ്പോൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ചെയ്ത് വീണ്ടും കൊണ്ടേ കൊടുക്കൽ നടക്കുന്ന കാര്യമല്ല കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ടിട്ട് അവിടെ പോയിരുന്നിട്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അങ്ങനെ അധികാരുടെ ശല്യമില്ല, നല്ല കാറ്റും ഉണ്ടായിരുന്നു, തണലത്ത് അങ്ങനെ ഇരുന്നങ്ങ് ചെയ്തിട്ടോ. ഞാനിപ്പോൾ ബൊക്കെ ചെയ്യാനുള്ള തെർമക്കോളും കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ക്യാമറയുടെ മുൻപിൽ ഇരുന്ന് ഇങ്ങനെയൊക്കെ ചെയ്യണേ. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ എനിക്ക് അറിയില്ല എങ്ങനെയാണ് നിൽക്കേണ്ടതെന്നോ അല്ലെങ്കിൽ സംസാരിക്കേണ്ടതെന്നൊക്കെ ഒന്നും കറക്റ്റ് അറിയില്ല. അതുപോലെ തന്നെ അവിടെ 1-2 പേരൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇതൊക്കെ എനിക്കുണ്ടായിരുന്നു. ബൊക്കെയിൽ വെക്കാനുള്ള പോളറോയിഡ്സൊക്കെ ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ വീട്ടിൽ നിന്ന്. നമ്മൾ ഇതുപോലെയാണ് കേട്ടോ ഒട്ടിച്ചെടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഇതുപോലെ എല്ലാ ഫോട്ടോസും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ. ഇനി നമുക്ക് ആ തെർമോക്കോളിലേക്ക് നമ്മളുടെ ആ പോളറോയിഡ് സ്റ്റിക്കില്ലേ അതിങ്ങനെ കുത്തി കൊടുക്കാം കേട്ടോ. അത് കറക്റ്റ് അറേഞ്ച് ചെയ്ത് വെക്കാം കേട്ടോ. അങ്ങനെ ഫോട്ടോസ് എല്ലാം നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ. ഈ 2 ഷീറ്റായിരുന്നു കേട്ടോ നമ്മൾ ബൊക്കെ ചെയ്യാൻ വേണ്ടി മേടിച്ചിട്ടുണ്ടായിരുന്നത്. ബൊക്കെ എല്ലാം ഏകദേശം സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ ഫൈനൽ ലുക്ക് ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെയായിരുന്നു ബൊക്കെ ഉണ്ടായിരുന്നത്. അതിൻ്റെ ഒപ്പം ഒരു ബോയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു ഡ്രസ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡ്രസ്സും ആ ബൊക്കെയും കൂടി ആട്ടോ വെക്കുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് കുറച്ച് ആക്സസറീസ് വെക്കാനുണ്ട്. അതപ്പോൾ കസ്റ്റമർ വെച്ചോളാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ.